ദിക്ർ ഫലിച്ചാൽ 5 നേട്ടം. 1 അള്ളാഹുവിന്റെ റിള പൊരുത്തം. 2 നിർമ്മലമായ മനസ്സ്. 3 വസിയാദത്തുൻ ഫിൽ ഖൈരി, ഖൈറിൽ വർധനവുണ്ടാവും. കൂടുതൽ ഖൈർ ചെയ്യാനുള്ള അവസരത്തെ അള്ളാഹു തആല തുറന്നു തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വഹിർസു മിന ശൈത്വാൻ, പിശാചിൽ നിന്ന് രക്ഷയുണ്ടാവും. ദിക്ർ ഫലിച്ചാൽ, ദിക്ർ ചെല്ലിയാലല്ല, ദിക്ർ ഫലിച്ചാൽ പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഗീബത്ത് പറയില്ല. പിശാചിൽ നിന്ന് സംരക്ഷണം ഉള്ളവൻ എന്ത് പറയില്ല? ഗീബത്ത് പറയില്ല. എന്നോടൊരു പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, ജമാഅത്ത് കഴിഞ്ഞിട്ട് വയസ്സായ മനുഷ്യന്മാര് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എണീറ്റ് പോയി പള്ളിന്റെ പുറത്തുള്ള കൊലായ്മയിൽ ഇരുന്ന് ഗീബത്ത് തുടങ്ങും. എന്നാ പൊരേ പോയിട്ടാണെങ്കിൽ പെണ്ണുങ്ങളെ കുട്ടികളെ കാണാനല്ല, ആ പള്ളിനെ ആവുന്ന എണീറ്റാൽ പുറത്ത് ആ തിണ്ടുമ്പോൾ ഇരുന്നാൽ പിന്നെ ഗീബത്ത് തുടങ്ങും. അപ്പൊ എന്താ വെച്ചാൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി, ഏത് ചീത്തയെയും തടയാൻ എന്തിനു കഴിയും? നിസ്കാരത്തിന് കഴിയും. ഇവിടെ തടഞ്ഞില്ല. എന്താ കാരണം? നിസ്കാരം ഉയർത്തപ്പെട്ടിട്ടില്ല, നിസ്കാരമായിട്ടില്ല.